നമസ്തേ, നമസ്തേ, നമസ്കാരം പ്രിയമുള്ളവരെ. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂര് പുതുവാദ്യാർമഠം കൊട്ടാരത്ത് നിന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി താമര വിരിഞ്ഞിരിക്കുകയാണ്. ഒരു 100 വർഷമല്ല, 500 വർഷം കഴിഞ്ഞാലും അതിൻ്റെ കാരണക്കാരനായ ശ്രീ സുരേഷ് ഗോപിയെ ഈ ജനത, കേരള മണ്ണിലെ അല്ലെങ്കിൽ മലയാളികളായ അല്ലെങ്കിൽ മുഴുവൻ ഹിന്ദുക്കളും പ്രത്യേകിച്ച് എന്നും ഓർത്തിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് സത്യത്തിൽ താമര വിരിഞ്ഞത്. കാരണം ഈശ്വരനില്ല, അല്ലെങ്കിൽ ആധ്യാത്മികത നശിച്ചാൽ മാത്രമേ കമ്മ്യൂണിസത്തിന് വേരോട്ടം ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ ഇപ്പോൾ തിരിച്ചറിവുണ്ടായിരിക്കുകയാണ്. അതിന് ഞാൻ എല്ലാ ഹിന്ദു സഖാക്കന്മാരോടും ഞാൻ ആദ്യമായി നന്ദി പറയട്ടെ. മാത്രമല്ല, ശ്രീ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച തൃശ്ശൂരിലെ ക്രിസ്ത്യൻ ജനതയോടും അതുപോലെ മുസ്ലിം സഹോദരങ്ങളോടും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ വോട്ടർമാരോടും ഞാൻ എങ്ങനെയാ പറയേണ്ടത്, എന്താ പറയേണ്ടത് എനിക്കറിയില്ല. എന്തായാലും എല്ലാവർക്കും പാദ നമസ്കാരം, എൻ്റെ വിനീതമായ പാദ നമസ്കാരം. കാരണം ശ്രീ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്തോ ആവട്ടെ, മാറ്റിവെക്കൂ. ഇത് ഹിന്ദുക്കളുടെ ഒരു സുവർണ കാലഘട്ടമാണ് ഇത്. കാരണം കള്ളന്മാരും കൊലപാതകികളും അടക്കമുള്ള സകല തെമ്മാടികളെയും എല്ലാവരും ഒത്തുചേർന്നിട്ടും സത്യത്തിനെ മറിച്ചിടാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. കാരണം ഇതിൽ ഏറെയും ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ മൂലച്യുതിക്ക് കാരണമാകുന്ന ഹിന്ദുക്കളാണ് പൊതുവെ നമ്മുടെ ഇതിലെ വില്ലന്മാർ. ഇതര മതസ്ഥരൊക്കെ മാറ്റിവെക്കൂ. കാരണം BJP അധികാരത്തിൽ വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഇത് സ്വാഭാവികമാണ്. കാരണം മറ്റുള്ളവരുടെയൊക്കെ ഒരു ഭീതി വരും, അവരുടെ നിലനിൽപ്പിന് ദോഷം ചെയ്യുമോ എന്നൊരു ആശങ്ക കൊണ്ടാണ് ഇവർ സത്യത്തിൽ BJP വരരുത്, BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പരിപ്പൊന്നും ഇനി കേരളത്തിലെ മലയാളികളുടെ ഇടയിൽ വേവില്ല എന്നതാണ് സത്യം. കാരണം ഹിന്ദുവിനെ നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ കമ്മ്യൂണിസം അവസാനിക്കണം. കമ്മ്യൂണിസം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം. എന്നിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ അല്ലെങ്കിൽ ഭാരത മണ്ണിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ ഉണ്ടാകാൻ പാടുള്ളൂ. ചെറുകിട രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പിരിച്ചുവിടണം. അവർ സ്വയം പിരിച്ചുവിടണം, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അവരെയൊക്കെ പിരിച്ചുവിടണം. കാരണം ഒരു പ്രതിപക്ഷം നിർബന്ധമാണ്, അത് കോൺഗ്രസ് മതി. അതുപോലെ തന്നെ എന്നും എക്കാലവും ഈ ഭാരത മണ്ണ് അല്ലെങ്കിൽ ഭരതൻ്റെ മണ്ണ്, ഈ ഹിന്ദു മഹാരാഷ്ട്രം ഭരിക്കാൻ എന്നും യോഗ്യത BJPക്ക് തന്നെയാണ്. ആ BJPയിലെ നേതാക്കന്മാർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് അഹങ്കാരം വന്നാൽ അവരെ തീർച്ചയായും കാല് പിടിച്ച് വലിച്ചിടണം. അതിന് കോൺഗ്രസിനെ സാധിക്കുള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരണം അങ്ങനെ വന്നാൽ. എന്നാൽ ഇന്ന് എല്ലാ ലോക രാഷ്ട്രങ്ങൾ തന്നെ നമ്മുടെ ഭാരത മണ്ണിനെ അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദിയെ ഉറ്റുനോക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഊഴമാണിത്. ഈ 3ാം ഊഴത്തിൽ അദ്ദേഹം ഇനി എന്തെല്ലാമാണോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ ശ്രീ സുരേഷ് ഗോപിയോട്, അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 1-2 സന്തോഷമുള്ള 1-2 വാർത്തകളാണ് പ്രിയവരെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തിക്കും തിരക്കിനുമിടയിലും ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം തീർച്ചയായും 25,000 വോട്ടിന് അല്ലെങ്കിൽ 25,000-ലധികം വോട്ടിന് വിജയിക്കും എന്നൊരു പ്രവചനം ഞാൻ നടത്തുകയുണ്ടായി. അത് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം എന്ന യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനോ ആവും. നമ്മൾ പ്രവാചകനൊന്നുമല്ല, പ്രവചിച്ച് വലിയൊരു മഹാസിദ്ധനോ ഒന്നുമല്ല. നമ്മൾ സാധാരണക്കാരായ ഒരു പാവം ക്ഷേത്ര പൂജാരി മാത്രമാണ് ഞാൻ. നമ്മുടെ കൊച്ചറിവ് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് വിജയം നമ്മൾ
പ്രവചിച്ചത്. ശ്രീ സുരേഷ് ഗോപിയുടെ അടുത്തു നിന്ന് കിട്ടിയ ഒരു അറിവ് പങ്കുവെക്കാനാണ് സത്യത്തിൽ ഞാൻ നീട്ടി വലിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, ക്ഷേത്രങ്ങളാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ക്ഷേത്രങ്ങൾ, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മതപഠനം നിർബന്ധമായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം അത് എല്ലാ ഹിന്ദുക്കളും, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, അല്ലെങ്കിൽ ഹിന്ദുക്കളായി ജനിച്ച ആളുകൾക്കൊക്കെ തന്നെ മതം പഠിച്ച് ഒരിത്തിരി ഹിന്ദുത്വം അനിവാര്യമാണെന്ന് അദ്ദേഹം അത് പറയുക തന്നെ ചെയ്തു. അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെയോ പ്രതീകമായിട്ടല്ല, രാഷ്ട്രീയത്തിൻ്റെയും സംഘടനയ്ക്കും അതീതമായ, ജാതിക്കും അതീതമായ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാനാണ് സത്യത്തിൽ എല്ലാ ക്ഷേത്രങ്ങളും ഇനി ശ്രമിക്കേണ്ടത്. അതിന് എല്ലാ ക്ഷേത്ര ഭാരവാഹികളോടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം ഇതൊരു തുടക്കം മാത്രമാണ്. നിലമ്പൂരിനെ ഒരു ക്ഷേത്ര നഗരിയാക്കി ഇതൊരു ത്രിമൂർത്തി ക്ഷേത്ര സങ്കല്പം മാത്രമല്ല, അതൊരു വലിയൊരു സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിൽ ഒരു പറ്റം ആളുകൾ, അതിൽ ഇതവരെ മതസ്ഥരുടെ സഹായവും ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കളിലെ രാഷ്ട്രീയം മറന്ന് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകളാവട്ടെ, കോൺഗ്രസ് ആളുകളാവട്ടെ, അവരുടെ മക്കൾക്കൊക്കെ തന്നെ ഭാവിയിൽ മതം പഠിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ആപത്താണ് എന്ന തിരിച്ചറിവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ടാണ് നിലമ്പൂരിൽ ത്രിമൂർത്തി ക്ഷേത്രം എന്ന എൻ്റെ പുതുവാധ്യാർവടം കൊട്ടാരമാക കുടുംബക്ഷേത്രം ജനകീയമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആ ഒരു സംസ്കാരത്തിന് ഒരുപാട് ഗുണങ്ങളും നന്മകളും ചെയ്യാനാണ് ശ്രീ സുരേഷ് ഗോപി ശ്രമിക്കുക. അദ്ദേഹത്തിന് സത്യത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. സത്യം, ധർമ്മം, നീതിമാനായ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് ഇന്ന് അദ്ദേഹം. കാരണം മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെ എൻ്റെ രാഷ്ട്രീയക്കാരൻ, എൻ്റെ മതസ്ഥൻ, എൻ്റെ ജാതിക്കാരൻ എന്ന രീതിയിലുള്ള വേർതിരിവുമായി ഇതര കാഴ്ചപ്പാടുകളൊന്നും ഈ മനുഷ്യനില്ല. അദ്ദേഹം ഏത് സംസ്ഥാനത്തിലാണെങ്കിലും, നമ്മുടെ സ്വന്തം കേരളത്തിലാണെങ്കിലും ആർക്കും അദ്ദേഹത്തിനാലാവുന്ന സഹായം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. അതാണ് യഥാർത്ഥ രാഷ്ട്രീയവും. അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരെയാണ് നമ്മൾക്ക് ആവശ്യവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശ്രീ സുരേഷ് ഗോപി എനിക്ക് തന്നൊരു അറിവാണ് ഞാൻ നിങ്ങളുടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഇതാണ്. ഞാൻ അദ്ദേഹത്തിനോട് 2 കാര്യമാണ് ഞാൻ ആകെ ആവശ്യപ്പെട്ടത്. കാരണം മുമ്പ് നമ്മുടെ പാഞ്ചജന്യം ട്രസ്റ്റിനെ, അല്ലെങ്കിൽ നിലമ്പൂർ സ്നേഹാലയത്തിന്, അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന് വേണ്ട ചെറിയ എളിയ സാമ്പത്തിക സഹായമൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. അത് രാഷ്ട്രീയപരമായ രീതിയിലല്ല, വ്യക്തിപരമായ രീതിയിൽ, ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു തന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. നീട്ടിവലിച്ച് കൊണ്ടുപോകുന്നില്ല പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കേരളത്തിലെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ, എല്ലാ ക്ഷേത്രങ്ങളും ഇനി രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് ഭരണകൂടങ്ങളെ, സർക്കാർ ഇനി ഭരിക്കേണ്ടതില്ല. ഓക്കെ, ആ ഭരണത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രീയക്കാരെയും നീക്കം ചെയ്യുക തന്നെ ചെയ്യും. കാരണം മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും ഒന്നും രാഷ്ട്രീയക്കാർ ആരും തന്നെ കൈയടക്കി വെക്കുന്നില്ല. ശ്രീ പത്മനാഭന്റെ മണ്ണിലും ശരിക്ക് താമര വിരിയേണ്ടതായിരുന്നു. കേരളത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് കമ്മ്യൂണിസവും കോൺഗ്രസും. ഈ കണ്ട കാലം അത്രയും ഇവിടെയുള്ള മലയാള മക്കളെ ശരിക്ക് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് വെറും വോട്ട് ബാങ്ക് ആക്കിയിട്ടും തീവ്രവാദപരമായ രീതിയിലും, അതുപോലെ രാഷ്ട്രീയത്തിൽ മുതലെടുപ്പിന് വേണ്ടിയും, അല്ലാണ്ട് വികസനത്തിന് വേണ്ടി ഒന്നും അവർ ചെയ്തിട്ടില്ല. അഥവാ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൈയിട്ട് വാരാൻ മാത്രമാണ് സത്യത്തിൽ ഇവർ ചെയ്തതും. കാരണം ഓരോ വാർഡ് ഗ്രാമങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഓരോരോ മെമ്പർമാർക്ക് അവരുടെ കോട്ട കിട്ടും. അതുപോലെ തന്നെ ഒരു റോഡ് പണിയാവട്ടെ, എന്ത് ചെയ്താലും അവർക്ക് എല്ലാം വെറുതെ തോണ്ടി തേക്കിയുള്ളൂ, ഒരു റോഡ് പണിയാണെങ്കിൽ പോലും. എന്നിട്ട് കിട്ടുന്ന കാശ് അവർ ഷെയർ ചെയ്ത് അതിൽ നിന്നും ഒരു 3-4 മടങ്ങ് അവരുടെ പോക്കറ്റിലാക്കിയിട്ട് ബാക്കിയാണ് അവർ ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്.
അതിനെയൊക്കെ മാറ്റം വരുത്താൻ നമ്മുടെ കേന്ദ്രത്തിന് ഇതാ ഒരു കേന്ദ്രമന്ത്രി വരാൻ പോകുന്നു. അത് മറ്റാരുമല്ല, നമ്മൾ കേരളത്തിലെ എല്ലാവരും ഉള്ളുകൊണ്ട് ശ്രീ സുരേഷ് ഗോപിയെ സ്നേഹിക്കാത്തവർ ആരുമില്ല. അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും ഇല്ല എന്നതാണ് സത്യം. കാരണം ഞാൻ വയനാട് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഞാൻ വരെ ശ്രീ സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തിനെ ആരാധിക്കുകയാണ് ഞാൻ. കാരണം ശ്രീ നരേന്ദ്രമോദിയെ ആരാധിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇദ്ദേഹത്തെയും ഞാൻ ആരാധിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും പടവാൾ തന്നെയാണ്. അവർ എത്രയോ അനീതിയും അക്രമവും നടത്തുന്ന ആളുകൾ, പ്രത്യേകിച്ച് എല്ലാവരും ഹിന്ദുക്കളാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും രസകരം. അതിൽ ഒരിത്തിരി ആളുകൾ മാത്രമേ ഇതര മതത്തിലെ ആളുകൾ, അതിൽ ഏറെയും ഇതര മതത്തിലെ ആൾക്കാർ നല്ലവരാണ്. അതിൽ കുറച്ച് തീവ്രവാദികൾ നുഴഞ്ഞു കയറി അവർ എങ്ങനെയെങ്കിലും ഇന്ത്യ സഖ്യത്തെ വിജയിപ്പിച്ചെടുക്കാൻ ഒരുപാട് കിണഞ്ഞ് കളിച്ചു നോക്കി. എന്നാൽ NDA എന്ന് പറഞ്ഞാൽ ആ ഒരു 3 അക്ഷരത്തിൻ്റെ ആ ഒരു പവർ ശരിക്ക് ഒന്ന് ക്ഷീണിച്ചുവെങ്കിലും ശ്രീ നരേന്ദ്രമോദി ആ പടി ചാടിക്കടക്കുക തന്നെ ചെയ്തു. എന്തായാലും അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സംഘപരിവാർ RSS രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സഹായമില്ലെങ്കിലും ജയിക്കും എവിടെയും എന്നൊരു തോന്നൽ വന്നു. എന്നാൽ RSSൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്നും എക്കാലവും വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നൊരു തിരിച്ചറിവ് വന്നത് വൈകിയാണെങ്കിലും ഇനിയുള്ള ഭരണത്തിൽ അത് തീർച്ചയായും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, നമ്മുടെ സംസ്കാരവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തു സൂക്ഷിക്കാൻ ശ്രീ നരേന്ദ്രമോദിക്കല്ലാതെ വേറെ ആരും വന്നിട്ടും കാര്യമല്ല. കാരണം ആരും തന്നെ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഭാരതീയ പൈതൃകങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാൻ വരുന്നവരല്ല. ഇനിയുള്ള ഏതെങ്കിലും ഭരണാധികാരികൾ വന്നാൽ തന്നെ, ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിൽ പോലും അദ്ദേഹത്തിനും ഒരു ഹിന്ദുത്വമൊക്കെ ഉണ്ടെങ്കിൽ പോലും സത്യത്തിൽ അദ്ദേഹം ഹിന്ദു അല്ല. ഓക്കെ, മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ ചർച്ചുകളിലൊന്നും തന്നെ രാഷ്ട്രീയക്കാർ കയറി നിരങ്ങുന്നില്ല. എന്നാൽ കൂടുതൽ വരുമാനമുള്ള ഹിന്ദുക്കളുടെ മതസ്ഥാപനങ്ങളിൽ സർക്കാരിന് എന്താണ് കാര്യം? ദേവസ്വം ബോർഡ് പിരിച്ചുവിടും. കേന്ദ്രത്തിൽ തീർച്ചയായും അതിനൊരു സംവിധാനം ഒരുക്കുന്നുണ്ട്, അണിയറയിൽ ഒരുക്കുന്നുണ്ട്. ആ സംവിധാനത്തിൻ്റെ കീഴിലായിരിക്കും കേരളത്തിലെ അടക്കമുള്ള മുഴുവൻ ക്ഷേത്രങ്ങളും. അതുകൊണ്ട് തന്നെ ഭക്തന്മാരാണ് ഇനി ക്ഷേത്രം ഭരിക്കേണ്ടത്. ആ ഭക്തന്മാർ എന്തെങ്കിലും ക്ഷേത്രത്തിൽ തെമ്മാടിത്തരമോ തെണ്ടിത്തരം ചെയ്താൽ ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, ഏത് മതസ്ഥനാവട്ടെ, അല്ലെങ്കിൽ ഏത് സംഘടനാ പ്രവർത്തകനാവട്ടെ, ഏത് ജാതിക്കാരനാവട്ടെ, ക്ഷേത്രത്തിൽ കയ്യേറി കളിക്കാൻ ഏതെങ്കിലും ആളുകൾ വേണ്ടാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ എടുത്ത് ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യും. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് അത് ഭക്തന്റെ വികാരമാണ്. ഭക്തിയുള്ളവന് മാത്രമാണ് ആ തിരുമുറ്റത്ത്, ക്ഷേത്ര തിരുമുറ്റത്ത് ഭഗവാന്റെ ആ ഒരു പാതാരങ്ങളിൽ ചെന്ന് അഭയം പ്രാപിക്കാനുള്ള യോഗ്യതയുള്ളൂ. അല്ലാതെ വിഗ്രഹം കാണുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ കാണുമ്പോൾ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ നമ്മളുടെ പ്രധാനമായ ഒരു മന്ത്രി അവൻ ചെയ്തത് എന്താണ്? അതുപോലെ അയ്യപ്പൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ എന്താ ചെയ്തത്? ആ മുഖം തിരിച്ചു നിൽക്കുന്ന ഈ തെണ്ടികളൊക്കെയാണോ സത്യത്തിൽ ക്ഷേത്രം ഏൽപ്പിക്കേണ്ടത്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു സംസ്കാരത്തിൻ്റെയും പവിത്രത എന്താണെന്ന് പോലും അറിയാത്ത ഇവനെയൊക്കെ പിടിച്ച് ദേവസ്വത്തിൻ്റെയും മറ്റുള്ളതിൻ്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ എന്തിനു നന്ന്? അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ ഹിന്ദുക്കളും ഒന്ന് ചിന്തിക്കുക. നമ്മുടെ നേതാവ് എന്ത് തെമ്മാടിത്തരം ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത്. നേതാക്കന്മാരെല്ലാവരും തന്നെ അവരുടെ മക്കളൊക്കെ തന്നെ അമേരിക്കയിലും ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലും പഠിക്കുമ്പോൾ, അതുപോലെ അവർക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അമേരിക്കയിലും ജർമ്മനിയിലേക്കും പോകുമ്പോൾ നമ്മുടെ പാവപ്പെട്ട പ്രവർത്തകർ ഇന്നും ജയ് വിളിച്ചുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ അവർ പാർട്ടി പ്രവർത്തനം ചെയ്യുന്ന സങ്കടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലായി, പാർട്ടി പ്രവർത്തകരായ ആളുകൾക്കും എല്ലാവർക്കും മനസ്സിലായി, ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഭക്തി അനിവാര്യമാണ്, ഈശ്വര ചിന്ത അനിവാര്യമാണ്. അങ്ങനെയുള്ളവനൊക്കെ തന്നെ മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമെന്ന തിരിച്ചറിവ് ഈ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇലക്ഷൻ വരുന്ന സമയത്ത് എവിടെയും കൊണ്ടൊന്ന് കുത്തി വിടുക എന്നല്ലാതെ
മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുത്. അതുപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ എന്ന് വെച്ചാൽ മതസ്ഥാപനങ്ങളിൽ രാഷ്ട്രീയക്കാരും കൈ കടത്താൻ പാടില്ല. പിന്നെ ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ ഇന്ന് നടക്കുന്ന ക്ഷേത്രങ്ങളിലാവട്ടെ, നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ പഴനിയിലാവട്ടെ, തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രമാവട്ടെ, ഗുരുവായൂർ അമ്പലമാവട്ടെ, എവിടെ ചെന്നാലും ടിപ്സ് കൊടുത്താൽ 100ഉം 500ഉം 1000ത്തിനൊക്കെ ക്യൂ വെച്ചിരിക്കുകയാണ് കള്ളപ്പന്നികൾ. ഞാനൊരു ക്ഷേത്ര പൂജാരി ആയതുകൊണ്ട് പറയുകയാണ്, ഇത് കാശുണ്ടാക്കാനുള്ള സ്ഥലമല്ല. ഇത് ഖജനാവലിക്ക് നിറയ്ക്കാനുള്ള, സർക്കാരിൻ്റെ ഖജനാവലിക്ക് നിറയ്ക്കാനുള്ള അല്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഫണ്ട് ഭക്തജനങ്ങൾ കൂലിപ്പണി ചെയ്തും കഷ്ടപ്പെട്ട് നരകിച്ച് തെങ്ങ് കയറിയിട്ടും പാടത്തും പറമ്പിലും വെയിലത്തും മഴയിലും കിടന്ന് നരകിച്ച് കിട്ടുന്ന കാശിൻ്റെ ആ പണം, ആ വഴിപാട് പണം കൊണ്ടുപോയി മറ്റുള്ളവർക്ക് നക്കാനുള്ളതല്ല സർക്കാരിനോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾക്കോ. അത് ഹിന്ദുവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ്. ഹിന്ദു മതത്തിലെ പാവപ്പെട്ട അശരണരായ ആളുകൾക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ചികിത്സയ്ക്കും വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി, വിദ്യാഭ്യാസ സഹായം നൽകാൻ വേണ്ടിയാണ് ഈ പണം ഉപയോഗിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കും അട്ടി സ്വർണം കൊണ്ടുപോയി ബാറുകളാക്കി വയ്ക്കാനോ ഒരു പ്രളയം വന്നിട്ട് എല്ലാം കൂടി നശിച്ചു പോകാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ഷേത്രത്തിലും രാഷ്ട്രീയക്കാർ കയറി ഇറങ്ങരുത്. അതുമാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിൽ ക്യൂ നിന്ന് വേണം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ. അവന് ഏവനായാലും ശരി, ഏത് IPS ആയാലും, ഏത് കോലത്തെ തമ്പുരാനായാലും, ഏത് ബ്രാഹ്മണ ശ്രേഷ്ഠനായാലും, മന്ത്രിയായാലും, MLA ആയാലും, ഉദ്യോഗസ്ഥനായാലും, ഏവനായാലും ശരി, ഒരുത്തനെയും ഒരു ക്യൂ അല്ലാതെ VIP എന്ന രീതിയിൽ ഒരു ക്യൂ ഉണ്ടാവരുത്. മറ്റുള്ള ഭക്തജനങ്ങളെ പോലെ കഷ്ടപ്പെട്ട് ഇവന് എന്ത് തേങ്ങയ്ക്കാണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി ഭഗവാനെ കാണാൻ പോകുന്നത്? അവന് സമയമില്ലെങ്കിൽ പോണ്ട. മനസ്സിലുണ്ടോ? അപ്പോൾ ഈ VIP ക്യൂ എന്നത് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും എടുത്ത് കളയുക തന്നെ ചെയ്യും ശ്രീ സുരേഷ് ഗോപി. അതിലൊരു തർക്കമില്ല. മാത്രമല്ല പ്രിയമുള്ളവരെ, ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്ന ഒരു നാടകമുണ്ടല്ലോ തെക്കണ്ട കാലത്രയും. അപ്പോൾ അവരെന്നും അടിമകളാണ്, എന്നും താഴ്ന്ന ജാതിക്കാരനാണ്, പട്ടികജാതിക്കാരനാണ്, പട്ടികവർഗക്കാരനാണ്, SC ST. അപ്പോൾ നായാടി, മുതുവാൻ, അല്ലെങ്കിൽ കാട്ടുനായ്ക്കൻ, ചോലനായ്ക്കൻ, നമ്പൂതിരി, നായർ, പട്ടര്, ചെറുമൻ, പണിയൻ, അങ്ങനെയുള്ള ഒരു ഒറ്റ ജാതിയും ഇനി ഉണ്ടാവില്ല. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ, ഇനിയുള്ള ഭരണത്തിൽ ഹിന്ദുവിൽ ജാതി എന്നൊരു കോളം ഇനിയുള്ള കുട്ടികൾക്ക് ഉണ്ടാവരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുണ്ടായിരുന്നത് സത്യത്തിൽ അദ്ദേഹത്തിനോട്. ഹിന്ദു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് ഏത് സവർണനായിക്കോട്ടെ. ഇപ്പം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് ഞാൻ പറയുന്നുണ്ട്, മനസ്സിലുണ്ടോ? ഇപ്പം എൻ്റെ മക്കളാവട്ടെ, ഭാവിയിൽ വിവാഹം കഴിക്കുമ്പോൾ ഒരു താഴ്ന്ന ജാതിക്കാരൻ്റെ ആദിവാസിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാലേ അവരിൽ വൃത്തിയും വിദ്യാഭ്യാസവും പണം ഉണ്ടാക്കാനുള്ള കഴിവും തൻ്റെയും പ്രാപ്തിയുമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് അവൻ്റെ ജാതിയും മണ്ണാങ്കട്ടയും ഒന്നുമല്ല. അപ്പോൾ ഈ നിയമം പ്രാബല്യത്തിലായിക്കഴിഞ്ഞാൽ ഈ പൂണൂല് ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തിടുന്ന ഒരു അലങ്കാര വസ്തു മാത്രമായിരിക്കും ഈ ഒരു പൂണൂൽ. ഓക്കെ, അല്ലാതെ നമ്പൂതിരിയാണ്, അത് ക്ഷേത്രത്തിനുള്ളിൽ ഏതൊരാൾക്കും, ഏത് പണിയനോ ചെറുമനോ ഈ കണക്കനോ ആർക്കും ആവട്ടെ, പൂജ പഠിക്കുന്നവൻ പൂജാരി. അല്ലാതെ ബ്രാഹ്മണനാണ്, നമ്പൂതിരിയാണ്, നായരാണ്, ഈഴവനാണ് എന്ന ഒന്നുമല്ല. അതിലൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരുത്തനും സംവരണം കൊടുക്കരുത്. പഠിക്കട്ടെ, പഠിച്ച് നേടട്ടെ ജോലിയും അതുപോലെ കൂലിയും. അല്ലാണ്ട് എന്താ നക്കിക്കോ നായ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന അരിയും കഴിച്ച് നക്കി പുഴുങ്ങി ഇങ്ങനെ ഇരുന്ന് കാലങ്ങളോളം ഈ പാവപ്പെട്ട ട്രൈബൽ മേഖലയിൽ അടക്കമുള്ള ആളുകൾ എന്നും സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അടിമകളാവും. ITDP ഓഫീസിൻ്റെ മുമ്പ് പോയിട്ട് ഇങ്ങനെ കെഞ്ചി നിൽക്കും, എൻ്റെ കുട്ടിയുടെ കൈ ഒടിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് അസുഖമാണ്, വണ്ടിക്കൂലി തരുമോ, മരുന്ന് തരുമോ. അപ്പോൾ ആട്ടിവിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുത്തനും ആനുകൂല്യം കൊടുക്കണ്ട. ആ ITDP എന്ന് പറയുന്ന ഒരു ആ സംവിധാനം തന്നെ എടുത്ത് ദൂരേക്ക് എറിയണം. മനസ്സിലാവുണ്ടോ? അങ്ങനെ നമ്മുടെ ഈ ഹിന്ദുക്കൾ ഒന്നിക്കണം. അതിൻ്റെ തുടക്കമാണ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും മതപഠന ക്ലാസ് തുടങ്ങുന്നത്. ഇവിടെ രാഷ്ട്രീയമില്ല, ഇവിടെ ജാതിയില്ല, ഇവിടെ വെളുപ്പോ കറുപ്പോ, അവർണനോ സവർണനോ, പാവപ്പെട്ടവനോ പണക്കാരനോ ഇല്ല. എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ഹിന്ദു സഹോദരങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതി, കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം
അല്ലെങ്കിൽ ആദ്യത്തെ ചാരിറ്റി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ 10 തലമുറയ്ക്ക് അഭിമാനമായിട്ട് തല ഉയർത്തി ഇതര മതസ്ഥരെ പോലെ മതം പഠിച്ച് നല്ല ഭക്തിയോടുകൂടിയിട്ട് അന്തസ്സോടെ ആഭിജാത്യത്തോടുകൂടി ജീവിക്കാൻ ഒരു വേദി ഒരുങ്ങുന്നുണ്ട്. ആ വേദിയിലേക്ക് നിങ്ങളാലാവുന്ന സഹായം, പണം വേണ്ട, ഞങ്ങൾക്ക് നിർമ്മാണ സാധനങ്ങൾ തന്നാൽ മതി. അത് തരാൻ മനസ്സുള്ള, ഹിന്ദുക്കളിലെ നട്ടലുള്ള, അല്ലെങ്കിൽ ധൈര്യമുള്ള, തയ്യാറുള്ള, മനസ്സുള്ള, സ്നേഹമുള്ള ഹിന്ദുക്കളുണ്ടെങ്കിൽ വരൂ, മുന്നോട്ട് വരൂ. ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കമ്മിറ്റി ഓഫീസാണ് നിലമ്പൂർ LIC ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെന്റ്. ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം ഒരു 10 ഏക്കർ സ്ഥലമാണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒറ്റയും തറ്റിയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സുമനസ്സുകൾ അവരെ കൊണ്ട് കഴിയുന്ന പോലെ ചെറിയ ചെറിയ സംഖ്യകളൊക്കെ തരുന്നുണ്ട്. എല്ലാം പാഞ്ചജന്യം ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഉയരുന്നത്. പാഞ്ചജന്യം ട്രസ്റ്റിന് ATG-12 നീതി ആയോഗമൊക്കെ ഉണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ ലൈസൻസോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു ട്രസ്റ്റാണ്. 29 വർഷം പഴക്കമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സഹായങ്ങളൊക്കെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിശദവിവരങ്ങൾ ഈ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാം. ഇല്ലെങ്കിൽ 9895357069 9895357069 എന്ന കോണ്ടാക്ട് നമ്പർ, അത് തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ. അത് ഓഡിറ്റിങ്ങിന് വിധേയമാണ്. നിങ്ങൾക്ക് 1 രൂപയാണ് നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വെട്ടുകല്ലാണ്. ഒരു വെട്ടുകല്ലിന് 40 രൂപയാണ് സ്നേഹിതന്മാരെ, ഭക്തജനങ്ങളെ. ഈ 40 രൂപ ഒരു വെട്ടുകല്ലോ, ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവരുടെ എല്ലാവരുടെ പേരിലും ഓരോ കല്ല് നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ ഈ സദുദ്ദേശം അത് എത്രയും പെട്ടെന്ന് പൂവണിക തന്നെ ചെയ്യും. ഏത് മതസ്ഥൻ വന്നാലും ശരി, ഏത് ജാതിക്കാരൻ വന്നാൽ ശരി, ഏത് രാഷ്ട്രീയക്കാരനോ ഏത് ആളുകൾ വരട്ടെ, വിശക്കുന്നുണ്ടോ ഈ ക്ഷേത്ര നഗരിയിൽ, ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ആർക്കും വരാം. ആര് വന്നാലും ഏത് സമയവും ഭക്ഷണം കൊടുക്കുക എന്നതാണ് ആദ്യത്തെ കർമ്മം. പിന്നെ പണമുണ്ടെങ്കിൽ അവരുടെ എന്ത് പ്രശ്നം വന്നാലും വരൂ. ക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ പുതുവാദ്യാർമഠം കൊട്ടാരത്തിൻ്റെയും അല്ലെങ്കിൽ നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും അല്ലെങ്കിൽ പാഞ്ചജന്യം ശ്രീകൃഷ്ണാശ്രമത്തിൻ്റെയും കവാടം ആർക്കും എപ്പോഴും തുറന്നു കിടക്കും. എപ്പോൾ വേണമെങ്കിലും വരാം. നിങ്ങൾക്ക് വിശദവിവരങ്ങൾക്കും സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ എല്ലാവരും ദയവായിട്ട് വിളിക്കൂ. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്: 9895357069. ഈ ഭരണകൂടം ഇതൊരു ഹിന്ദുവിൻ്റെ സുവർണ കാലഘട്ടമാണ്. ഇങ്ങനെ ഒരു കാലഘട്ടം ഇനി വരാൻ പോകുമോ അറിയില്ല. ഇനിയും നരേന്ദ്രമോദിയെ പോലുള്ള ഓരോ മോദിമാർ ഭരിച്ചാൽ മാത്രമേ ഹിന്ദുവിനെന്നും സുരക്ഷിതമായി ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് വിശാലമായ രീതിയിൽ രാവും പകലും രാത്രിയോ പകലോ മഴയോ വെയിലോ ഒന്നുമില്ലാതെ എപ്പോഴും വിഹരിക്കാം. ഇല്ലെങ്കിൽ അടിമകളാവും ഹിന്ദുക്കളെ. അടിമകൾ അധർമ്മികളുടെ അടിമയാവും. എന്നിട്ട് ആ സമയത്ത് അടിമയായിട്ട് വാവിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ തലമുറകളോ അടിയൻ റാണി എന്ന് പറഞ്ഞ് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും മറ്റുള്ളവരുടെ മുമ്പിൽ. വിദേശ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ നടുവിൽ അവർക്ക് പാദസേവ ചെയ്യേണ്ടി വരും. അതിനിടാതിരിക്കാൻ എല്ലാവരും ഹിന്ദുവാണ് എന്ന ബോധത്തോടുകൂടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി നമ്മൾക്ക് കൈകോർക്കാം. അതിന് പ്രധാനമായ ഒരു വേദിയാണ്, ഹിന്ദുവിൻ്റെ ഒരു വേദിയാണ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം. യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ ഈ മേൽപ്പറഞ്ഞ ഫോൺ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഏത് സമയം ഇവിടേക്ക് വരാം. 1 സെന്റ് ഭൂമിയാണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഭൂമിയുണ്ടോ? നിങ്ങൾ ധാരാളം ഭൂവുടമയാണെങ്കിൽ അതിലൊരു 5 സെന്റ് സ്ഥലം തരുമോ? അല്ലെങ്കിൽ 10 സെന്റ് സ്ഥലം തരുമോ? ഈ മഹാസാമ്രാജ്യത്തിന് വേണ്ടി നിങ്ങളെ കൂടി പങ്കാളിയാക്കാൻ ക്ഷണിക്കുകയാണ്. സഹായിക്കൂ. കാരണം ഇതൊരു 10 തലമുറയ്ക്ക് വേണ്ട ഒരു സാമ്രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ യാചിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കും നിങ്ങളെപ്പോലെ ഉണ്ടും ഉറങ്ങിയും ഭാര്യയും കുട്ടിയും കുടുംബം അമ്മ പെങ്ങൾ എന്ന് പറഞ്ഞ് മിണ്ടാതൊരു ഭാഗത്ത് കിടക്കാവുന്നേ എനിക്കുള്ളൂ. എന്നെപ്പോലെ ഒരു പറ്റം ആളുകൾ നമുക്ക് ചുറ്റും ഇവിടെ ഉണ്ട്. എല്ലാവരുമുണ്ട്, എല്ലാ ജാതിക്കാരുമുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്, എല്ലാവരുമുണ്ട് നമ്മുടെ കൂടെ. നിങ്ങളും വരും.
നിങ്ങളെയും ഇത് പങ്കാളിയാക്കാൻ ക്ഷണിക്കുകയാണ്. വിശദവിവരങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ അവസാന ഘട്ടത്തിൽ ഇതിൻ്റെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ അടങ്ങിയ നോട്ടീസ് വെക്കുന്നുണ്ട്. ബന്ധപ്പെടുക, നേരിട്ട് വരിക. എല്ലാവർക്കും ജയ് ശ്രീറാം, ജയ് ശ്രീറാം, നമസ്തേ. അഭിമാനിക്കൂ, നമ്മൾ ഹിന്ദുക്കളാണ്.